ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് യാത്ര പോകാം. ഇന്ന് ഞാൻ കുറച്ച് സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നുണ്ട്. കൂട്ടത്തിൽ നിങ്ങളെയും കൊണ്ട് പോകാൻ കേട്ടോ. എക്സിറ്റർ ടൗണും കാണാനാണ് ഇന്നത്തെ യാത്ര. ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എത്തിയിട്ട്. ഇതുവരെ അങ്ങനെ എവിടേക്കും പോയിട്ടില്ല. ഇന്നലെ ഞങ്ങൾ ഫോറസ്റ്റ് സൈഡിലേക്ക് പോയി. അവിടുത്തെ വീഡിയോ അടുത്ത് തന്നെ എത്തിക്കുന്നതാണ്. ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻ്റ് ഇടാനും. ഇന്ന് നല്ല തെളിഞ്ഞ വെയിലൊക്കെ ആയിട്ട് നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയേക്കുന്നതാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ പോവാട്ടോ. വീക്കെൻഡും നല്ല വെതറും, അപ്പോൾ അതുകൊണ്ട് കുറേ ഫാമിലീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഹോട്ടലിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെതർ കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് പിക്നിക്കും കൂടിലാണ്. നല്ല തിരക്കുണ്ട് അതുകൊണ്ട് ഹോട്ടലിൽ. അപ്പോൾ വഴിയോര കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ പോവാട്ടോ. ഉണ്ടോ, എല്ലാ വീടുകളും ഏകദേശം ഒരേപോലെ അല്ലേ? അതാണ് ഇവിടുത്തെ പ്രത്യേകത. നല്ല മനോഹരമായ സ്ഥലങ്ങളല്ലേ, വളരെ തെളിഞ്ഞ. അപ്പോൾ വഴിയോര കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ പോവാട്ടോ. ഉണ്ടോ, എല്ലാ വീടുകളും ഏകദേശം ഒരേപോലെ അല്ലേ? അതാണ് ഇവിടുത്തെ പ്രത്യേകത. ശബ്ദ മലിനീകരണവും പൊടി മലിനീകരണമൊന്നും അധികമില്ല. അതുകൊണ്ട് നല്ല തെളിഞ്ഞ അന്തരീക്ഷം. കാറിൻ്റെ ഹോൺ വരെ ആവശ്യമില്ലാണ്ട് അടിക്കില്ല നമ്മുടെ നാട്ടിലത്തെ പോലെ. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. ഫ്ലാറ്റുകളാണോ തോന്നുന്നു, അറിയില്ല കേട്ടോ. ഇതാ ദൂരെയായിട്ടൊരു പള്ളി ഗോപുരം കാണുന്നുണ്ട്. അവിടേക്കാണ് ഞങ്ങൾക്ക് എത്തേണ്ടത്. അപ്പോൾ സൗത്ത് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു ക്രോസിങ്ങിൽ നിൽക്കുകയാണ്. ആൾക്കാർക്ക് കടന്നു പോകാൻ വേണ്ടി വഴിയിട്ട് കൊടുത്തിട്ട്. അപ്പോൾ അത് കണ്ട ബോർഡാണിത്. ടാക്സി വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. മിസ്റ്റർ ഫ്രഡ്സ് കുറേ കമ്പനികൾ കാണുന്നുണ്ട്. ഇവിടെ നിറച്ചും കമ്പനികളാണെന്ന് തോന്നുന്നു. പല ഓഫീസുകളും കാണുന്നുണ്ട്, ഷോപ്പുകളും. ഇത് പട്ടണത്തിൻ്റെ ഹൃദയഭാഗമാണെന്ന് തോന്നുന്നു. ഈ പള്ളിയും അതിനോടനുബന്ധിച്ച സ്ഥലങ്ങളുമാണ് ഈ എക്സിറ്ററിലെ പ്രധാന ടൗൺഷിപ്പ്. ഇതാണ് മെയിൻ സ്ഥലം. എല്ലാ കാര്യങ്ങളും, എല്ലാ ഓഫീസുകളും ഒക്കെ കോഡിലൂടെയാണുള്ളത്. ചില ആൾക്കാർ വളരെ സാവധാനത്തിൽ നടക്കുന്നുണ്ട്, എന്നാൽ ചിലർ വളരെ തിരക്കിട്ട് ഓടുന്നുണ്ട് കേട്ടോ. ധാരാളം ആൾക്കാരുണ്ടെന്ന്. കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കുണ്ടേ. നല്ല വൃത്തിയുള്ള റോഡ് സൈഡ് കേട്ടോ. നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് റോഡൊക്കെ. ആകാശക്കാഴ്ച കാണാൻ അതിലേറെ കൗതുകം. നല്ല കളർ കണ്ടു, എന്ത് ഭംഗിയാണ്. നല്ല ചിത്രം വരച്ച് വെച്ച പോലെ അല്ലേ? അത്രയ്ക്കും ഭംഗിയാണ് കാണാൻ. മനോഹരമായിട്ടുള്ളൊരു പെയിൻറ്റിങ് പോലെ അല്ലേ?
ബുക്ക് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണിത്. റൈറ്റേഴ്സിന് ഇഷ്ടപ്പെട്ട സ്ഥലത്തത്. ഈ കാണുന്നത് ഇവിടുത്തെ പ്രിസണാണ്. വലതുവശത്തായിട്ട് കാണുന്നത് കൂട്ടങ്ങൾക്കിടയിൽ കൂടെ ഇതേ കാണുന്ന മതിൽ. ഈ കാണുന്നത് സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ഹൗസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നിവിടെ പ്രൈഡ് പരേഡ് ഡേ ആണെന്ന് മോൻ പറഞ്ഞു. പ്രൈഡ് പരേഡ് ഡേ എന്നുള്ളത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. അത് ഒരു സെലിബ്രേഷൻ നടത്തുന്നതാണ്. അതായത് ബൈസെക്ഷൽ, ഗേ, ട്രാൻസ്ജെൻഡർ അങ്ങനെ എല്ലാവരും ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനത്തെ അവരുടെ സോഷ്യൽ ആൻഡ് സെൽഫ് ആക്സെപ്റ്റൻസിനെ പറ്റിയുള്ള ഒരു അച്ചീവ്മെൻറ്റ് അതൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു പരേഡ് നടത്തുന്നതാണ്. LGBTQ എന്ന ഷോർട്ട് ഫോമിലാണ് പറയുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് നടത്തുന്നുണ്ട്. എക്സിറ്റർ സെൻട്രൽ സ്റ്റേഷനാണ് ഈ കാണുന്നത്. എൻ്റെ അടുത്ത് തന്നെ എക്സിറ്റർ കോളേജും ഉണ്ട്. ധാരാളം വൊക്കേഷണൽ കോഴ്സൊക്കെ അവിടെ നടത്തുന്നുണ്ട് മോൻ പറഞ്ഞു. ഫൈവ് ഗൈസ് എന്ന് പറയുന്ന വലിയൊരു ഹാംബർഗർ ഷോപ്പാണ് ഈ കാണുന്നത്. ഇവിടെ എന്തൊക്കെയോ പണികൾ നടക്കുകയാണ്. എക്സിറ്ററിലത്തെ വലിയൊരു ഷോപ്പാണത്. ഇത് പ്രൈഡ് വാക്കിൻ്റെ ആൾക്കാർ ഇവിടെ നടക്കുന്നുണ്ട് ധാരാളം. അതിൻ്റെ തിരക്കാണ് ഇവിടെ. അങ്ങനെ ഞങ്ങളുടെ വാഹനം ശരിക്ക് പള്ളിയുടെ അടുത്തെത്തിയേക്കുന്നു. ചർച്ചിൻ്റെ അടുത്തേക്ക് തിരിയാണ്. അവിടെയുള്ള പാർക്കിങ്ങിലേക്ക് തിരിയാണ്. മുകളിൽ പോയി വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് ഇറങ്ങി വരികയാണ് താഴത്തേക്ക്. ഞങ്ങൾ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടതിന് ശേഷം ഞങ്ങളിതാ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴത്തെത്തി. അവിടെ നിറയെ ഷോപ്പിംഗ് കോംപ്ലക്സാണ്. നിറയെ ഷോപ്പുകളുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നടന്ന് ഇതാ ഞങ്ങൾ പള്ളി അങ്കണത്തിലേക്ക് എത്തുന്നു. കുറച്ച് നടക്കാണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. അങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. പള്ളിക്ക് ചുറ്റും നല്ല മനോഹരമായ കെട്ടിടങ്ങളുണ്ട് കേട്ടോ. നല്ല മനോഹരമായ മൈതാനവും എല്ലാം ഉണ്ട്. നല്ല പച്ചപ്പുൽത്തകിടി, നിറയെ ആളുകളുണ്ട്, ധാരാളം ആൾക്കാരുണ്ട്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രലിൽ പോയ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ആ പള്ളി ചർച്ച് ഇതിനേക്കാളും വളരെ വലുതാണ് കേട്ടോ ഇതിനേക്കാൾ. പക്ഷേ അത് 1200-കളിലാണ് കേട്ടോ പണിതിട്ടുള്ളത്. അതിനേക്കാൾ പഴക്കമുള്ളതാണ് ഈ ചർച്ച്. അങ്ങനെ ഞങ്ങൾ ചർച്ചിനകത്തേക്ക് കടന്നു. 10 പൗണ്ടാണ് സാധാരണഗതിയിൽ എൻട്രി ഫീസ്. പക്ഷേ ഈ മാസം എന്തോ ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് 5 പൗണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കടന്നു. വീഡിയോ എടുക്കാൻ അവർ പെർമിഷൻ നൽകി. അവിടെ നല്ല കൊയർ നടക്കുകയായിരുന്നു. വലിയ ഹോള്, ധാരാളം ആൾക്കാരുണ്ട്. മ്യൂസിക് ബാൻഡിൻ്റെ മനോഹരമായ കുറേ ചിത്രങ്ങളും വർക്കുകളും എല്ലാം ഇവിടെ കാണാം. ചുമരിലൊക്കെ കുറേ ചിത്രങ്ങളും പ്രതിമകളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഓരോ കഥകളും ചരിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും പറയാൻ നിന്ന് സമയം കിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ ഓരോ ചരിത്രങ്ങളുണ്ട്. ആ ടൂർ ഗൈഡ് ബുക്കിൽ നിന്ന് നമുക്കതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അത് മുഴുവൻ വിവരിക്കാൻ നിന്നാൽ സമയം കിട്ടില്ല. അതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. ഇത് കണ്ടു, ഒരു സിമിട്രി ഭയങ്കരമാണ്. അതുപോലെ ഈ ഗ്ലാസ് 14-ാം നൂറ്റാണ്ടിലുള്ളതാണെന്നാണ് പറയണേ. ഈ ഗ്ലാസസ് ഉപയോഗിച്ചത് പഴക്കമുള്ള ഗ്ലാസസ്സാണെന്ന് പറയുന്നത്. നല്ല പെയിൻറ്റഡ് വിൻഡോ, അങ്ങനത്തെ ഗ്ലാസസ് നമ്മൾ കൊളോൺ കത്തീഡ്രലിലും കണ്ടിരുന്നു, റോമിൽ പോയപ്പോഴും കണ്ടിരുന്നു. നല്ല ഭംഗിയുള്ള പെയിൻറ്റഡ് ഗ്ലാസസ്. ഇത് പണ്ട്
ഇവിടുത്തെ എല്ലാ കാര്യങ്ങളുടെയും സ്ഥിരാകേന്ദ്രമായിരുന്നു ഈ കത്തീഡ്രൽ എന്നാണ് പറയുന്നത്. 1050 ഈ കത്തീഡ്രലിൻ്റെ പണി തുടങ്ങിയതെങ്കിലും അതിനു മുമ്പ് ഇവിടെ ഡെവൺ പ്രവിശ്യയിലെ ബിഷപ്പിൻ്റെ ആസ്ഥാനമായിരുന്നു. ഓരോ ചിത്രത്തിനും സാധനങ്ങൾക്കും ഓരോ കഥ പറയാനുണ്ട് കേട്ടോ. വളരെ ലോങ് ആയിട്ടുള്ള ഹോളാണ്. 117 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് ലേഡി ചാപ്പലിൻ്റെ. അതിൻ്റെ നേവന് 46 മീറ്ററും ഉണ്ട്. വീതി 43 മീറ്റർ ഉണ്ട്. പിന്നെ ഹൈറ്റ് 44 മീറ്റർ ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതുപോലെ ധാരാളം പക്ഷിമൃഗാദികളുടെയും ചെടികളുടെയും എല്ലാം കൊത്തുപണികളുണ്ട് ചർച്ചിനുള്ളിൽ. ഇപ്പോഴും കുറേ ഭാഗത്ത് പണികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടേക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല. എല്ലാറ്റിനും പറ്റി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പല ഭാഗത്തും. പിന്നെ ഇവിടെ മിക്ക സ്ഥലത്തും ഓരോരുത്തരുടെയും ഇതിൻ്റെ അടിയിലായിട്ട് ഓരോ പണ്ടത്തെ പുരോഹിതന്മാരുടെ ടോമ്പുണ്ട്. ഈ ക്ലോക്കിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതാണ് വളരെ പഴയ എക്സിറ്റർ ആസ്ട്രോണമിക്കൽ ക്ലോക്ക്. ഇതിൻ്റെ രസകരമായ കഥ ഞാൻ വേറൊരു വീഡിയോയിലിടാം കേട്ടോ. ഇതുപോലെ ധാരാളം കാര്യങ്ങളുണ്ട് ഈ ചർച്ചിനുള്ളിൽ. അപ്പോൾ നമുക്കിതൊക്കെ പറഞ്ഞ് തീരില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കൂടുതലൊന്നും. ഓരോ കഥകളും പറയുമ്പോൾ നമുക്ക് നേരം പോകുന്ന അറിയില്ല. അതുകൊണ്ട് കണ്ടുപോകാം. ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ചർച്ചിൻ്റെ ഏറ്റെടുത്തെത്തി ലേഡി ചാപ്പലിൻ്റെ അടുത്തെത്തി. അതിൻ്റെ മുന്നിലായിട്ട് അതിൻ്റെ ബാക്ക് വശത്ത് കുറേ പണികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതാണ് ഈ കാണുന്നത്. അവിടേക്കൊന്നും നമുക്കിപ്പോൾ പ്രവേശനമില്ല. അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകൾ, ചരിത്രവും കലയും ഒക്കെ കെട്ടുമണഞ്ഞ് കിടക്കുകയാണ് ഇവിടെ. രണ്ട് മൂന്ന് പ്രധാന വ്യക്തികളുടെ പ്രതിമകൾ കെടുത്തിയിരിക്കുന്ന വിധത്തിൽ പണിത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതെല്ലാം പല കാലത്തുള്ള വിശുദ്ധരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിലത്തെ കഥകൾ മുഴുവൻ പറഞ്ഞാൽ ഇന്നൊന്നും തീരില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ വായിക്കണം എന്നുള്ളവർ വലുതാക്കി വായിക്കാൻ പറ്റിച്ച് വായിച്ചോളൂ കേട്ടോ, ആഗ്രഹമുള്ളവർ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതാം, അതും വായിച്ച് നോക്കാം.
അവിടെ നിന്നും കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് താഴത്തേക്ക് വരുമ്പോൾ വേറൊരു കോറിഡോറിലെത്തും നമ്മൾ. അവിടെ കാണുന്ന കാഴ്ചകളും രസകരമായ കാഴ്ചകളായിരുന്നു. കോറിഡോറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഹോളും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിരുന്നു. വാഷ്റൂമും ഒക്കെ ഉണ്ട് അവിടെ. ഇവിടെ ഒരു ടി വിയിൽ ഈ പള്ളിയുടെ ചരിത്രങ്ങളോ എന്തൊക്കെയോ പറയുന്നൊരു വീഡിയോ കാണിച്ചിരുന്നു. കോറിഡോർ ചെന്നെത്തി നിൽക്കുന്ന ഒരു ഷോപ്പിലായിരുന്നു. അവിടെ ഞങ്ങൾ പുറത്തിറങ്ങിയെടുത്ത വീഡിയോസാണ് ഇനി കാണുന്നത്. പള്ളിക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ. ഞാനിത് ഡ്യുവൽ വീഡിയോ ആയിട്ടാണ് പല ഭാഗത്തും പിടിച്ചിരിക്കുന്നത്. അതായത് 2 സൈഡിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അത് കാണാട്ടെ നമുക്ക്. പള്ളിയുടെ മുൻവശത്ത് പഴയകാല പുരോഹിതന്മാരുടെയും വിശുദ്ധരുടെയും ഒക്കെ കുറേ പ്രതിമകളുണ്ട് കേട്ടോ. തീർത്ഥാടകരും ടൂറിസ്റ്റുകളുമായിട്ട് ധാരാളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായൊരു സ്ഥലമല്ലേ. ധാരാളം ആളുകൾ തന്നെയുണ്ട്. ഞങ്ങളിനി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. വീണ്ടും യാത്രകൾ തുടരുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തും ഞാൻ. ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. ഇനിയും ഇതുപോലെയുള്ള കാഴ്ചകളുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കണ്ട. ഷെയർ ചെയ്യാൻ തീരെ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും കാണുന്നത് വരേക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം വിട പറയുന്നു. നിങ്ങളുടെ അമ്മു എം കോങ്ങാട്ടിൽ. What?